ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, എൻ്റെ ദൈവമേ, വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്കറിയില്ല, എനിക്ക് കഴിവില്ല. എന്നാൽ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണേ. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ 3 വയസ്സുള്ള ആ സമയം മുതലുള്ള പ്രാർത്ഥന ഇത് തന്നെയാണ്. വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യേണ്ട, എനിക്കറിയില്ല, പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ എന്നെ പഠിപ്പിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല മേന്മയെന്ന് ഈ വിശുദ്ധ പഠിപ്പിക്കുക. പിന്നെ എങ്ങനെയാ ചെയ്യുന്ന അനുദിന ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് വിശുദ്ധിയിലേക്കുള്ള വഴിയെന്ന് ഈ കൊച്ചു വിശുദ്ധ നമ്മെ പഠിപ്പിക്കുക. ഈ വിശുദ്ധ പിന്നെ പറയുന്നുണ്ട്, എൻ്റെ 3 വയസ്സ് മുതൽ, ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ ഈശോയെ സങ്കടപ്പെടുത്തുന്നതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കൊച്ചു ത്രേസ്യയുടെ സ്പിരിച്വാലിറ്റി, ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരപ്പൻ്റെ അടുക്കൽ ഒരു കുഞ്ഞിനുള്ള സ്നേഹം പോലെയാണ്. എത്രത്തോളം സ്നേഹത്തോടെയാണ് ഒരപ്പനോട് ചേർന്ന് ഒരു കുഞ്ഞിരിക്കുക. അതുപോലെ ഞാൻ എൻ്റെ ഈശോയുടെ മടിത്തട്ടിലിരിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ഈശോയോട് പറയും, എൻ്റെ ഈശോയെ ഐ ലവ് യു. വേറെ ഒന്നും പറയൂല, ഇത്രയേ ഉള്ളൂ. എത്ര നല്ല സിമ്പിൾ സ്പിരിച്വാലിറ്റിയാണ്, ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ ഇതുകൊണ്ട് അവൾ ആരായി മാറി? ലോക മിഷൻ സഭയുടെ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥയാണ്. തിരുസഭ പണ്ഡിതയായിട്ട് അറിയപ്പെടുന്നത് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്ത കാര്യങ്ങൾ തന്നെ അത്രയേറെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ കൊച്ചു വിശുദ്ധയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുമ്പോൾ തിരുവചനം നമ്മോട് പറയുക, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുവിൻ. വലിയവരോടാണ് പറയുന്നത്, നിങ്ങൾ ശിശുക്കളെ പോലെ ആകാം. കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പറയും നിങ്ങൾ വലിയവരാകണം എന്ന്. എന്നാൽ വലിയവരെന്ന് മേന് നടിക്കുന്ന വലിയവരായ നമ്മോട് യേശു പറയുക, നിങ്ങൾ ശിശുക്കളെ പോലെ ആകണമെന്ന്. കാരണം എങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ വലിയവരായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ശിശുക്കളുടെ പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഡിപ്പെൻഡൻസി, ആശ്രയബോധമാണ്. ഒരു കുഞ്ഞിനും അവനെ കൊണ്ട് തന്നെ യാതൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്ത് വേണം? അവന് മാതാപിതാക്കന്മാരുടെ കരുതൽ വേണം, സ്നേഹം വേണം. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിന് മാതാപിതാക്കന്മാരുടെ അടുക്കലുള്ള ആശ്രയം വേണം. അതല്ലെങ്കിൽ എങ്ങനെയാണ്? ഇതുപോലെ നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ ഒരു കുഞ്ഞിനുള്ള ആശ്രയ മനോഭാവത്തോടെ, എൻ്റെ അപ്പ എനിക്കൊന്നും നഷ്ടപ്പെടുത്തില്ല, എനിക്ക് ആവശ്യമുള്ളതൊക്കെ തരും, ഞാൻ ചോദിക്കണതിന് മുമ്പേ തരും എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഈശോ അപ്പയുടെ അടുക്കൽ നമുക്ക് നമ്മെ തന്നെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റിയാൽ പിന്നെ അപ്പൻ നോക്കിക്കോളൂ നമുക്ക് വേണ്ടതൊക്കെ. ഉത്സവ പറമ്പിലേക്ക് അപ്പൻ്റെ കൈപിടിച്ച് പോകുന്ന, അല്ലെങ്കിൽ അമ്മയുടെ കൈപിടിച്ച് പോകുന്ന കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾ അതെത്രയാണെങ്കിലും സാധിച്ചു കൊടുക്കുമെന്ന് കുഞ്ഞിനറിയാം. അതുകൊണ്ട് അപ്പം എനിക്ക് അത് വേണം, ഇത് വേണമെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിന് ആവശ്യമുള്ളതാണെങ്കിൽ അപ്പം നൽകുന്നത് പോലെ സ്നേഹത്തോടെ പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ സമർപ്പിക്കുന്ന ഒരപേക്ഷയും അവിടുന്ന് തള്ളിക്കളയില്ല. ഇതൊക്കെയാണെങ്കിലും 24 വയസ്സ് വരെ വിശുദ്ധ ജീവിച്ചല്ലോ കേട്ടോ. ക്ഷയരോഗം വന്നാൽ മരിക്കണേ. ഈ കൊച്ചു ജീവിതത്തിനിടയിൽ രോഗത്തിൻ്റെ കാഠിന്യം കൊണ്ട് ചുമയ്ക്കുമ്പോഴൊക്കെ ചോരയാണ് പുറത്തു വരുന്നത്, ഛർദ്ദിക്കുന്നത്. എന്നിട്ട് ഈ കൊച്ചു വിശുദ്ധ പറയും, എൻ്റെ ഈശോയെ നീ എന്നെ സ്നേഹിക്കണം എന്നതിൻ്റെ അടയാളമാണല്ലോ എൻ്റെ രോഗം പോലും. കാരണം യേശു സഹനങ്ങൾ നൽകണത് സ്നേഹം കൂടുതലുള്ളവർക്ക്. അതിൻ്റെ കാരണം എന്താ? ഈശോപ്പ തൻ്റെ പുത്രനെ അത്രത്തോളം സ്നേഹിച്ചപ്പോൾ കുരിശിൻ്റെ സഹനം നൽകിയില്ലേ? അതെന്തുകൊണ്ടാണ്? സ്നേഹമുള്ളവർക്ക് മാത്രം നൽകണ സമ്മാനമാണ് സഹനം. അപ്പോൾ തൻ്റെ ഈ രോഗാവസ്ഥയെ നോക്കി എന്നും കൊച്ചു ത്രേസ്യ ദൈവത്തിന് നന്ദി പറയും. നീ എന്നെ അത്രത്തോളം സ്നേഹിക്കണമുണ്ടല്ലേ എനിക്ക് സമ്മാനമായിട്ട് ഈ സഹനങ്ങളെ നൽകിയത്. സഹനങ്ങളെ കൃപകളാക്കി, അനുഗ്രഹങ്ങളാക്കി മാറ്റിയ ഈ കൊച്ചു വിശുദ്ധ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി
കൃപയുടെ ഭണ്ഡാരത്തിൽ നിന്നും റോസാപ്പൂക്കൾ ഇന്നും വർഷിക്കുന്നു, അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. ഈ വിശുദ്ധയുടെ കൃപ നിറഞ്ഞ മാധ്യസ്ഥയും നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. ഒക്ടോബർ മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിതമാണ് ഈ മാസം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് സംരക്ഷണത്തിൻ്റെ കവചമൊരുക്കി കാക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ മാസം മുഴുവനും ആചരിക്കാം. അങ്ങനെ സ്വർഗത്തിൻ്റെ കൃപകളുടെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നിറഞ്ഞു നിൽക്കട്ടെ.